ആദ്യം ഒരുന്തും തള്ളും ദൃശ്യങ്ങളിൽ കാണാം. മോശമല്ലേ സാറേ? നാളുണ്ടോ കേരളത്തിൽ എത്രയും 900-കണക്കിന് കുട്ടികളെ ഇങ്ങനെ വെയിലത്ത് നിർത്തിയിട്ട് നിങ്ങൾ അവർക്ക് ഈ കോർപ്പറേറ്റ് അവരൊക്കെ പൈസ തീരുമാനിക്കുക, ന്യായമായ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക, ന്യായമായ അവകാശം അനുവദിച്ചു കൊടുക്കുക. ഈ കോറ വ്യക്തികാരെ നിങ്ങൾക്ക് എന്തോ തന്നിട്ടോ? കാരി ആയിട്ടുള്ള ആൾക്കാർ വരണ്ട, ഇവിടെ ഗർഭിണികളായിട്ടുള്ള കുട്ടികൾ വരണ്ട, അവരവിടെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അവരെ പിരിച്ചുവിട്ടാൽ അവർക്ക് കഴിയില്ല. ഇന്നലെ അവർ ജോലി താഴെ അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. ID കാർഡിലെ ആളുകളാണ്. അവർ എന്തിനാ പുറത്തെടുത്തത്? പുറത്തെടുത്തത് കാരണം അവരൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അവരുടെ സ്ഥാപനത്തിൽ അവർ രാവിലെ ജോലിക്കൊണ്ട് വന്നതാണ്. അവരെ അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. പോലീസും നിങ്ങളത് തുറന്നില്ലേ? പോലീസ് കയറുക. ഈ കുട്ടികളൊപ്പമല്ലേ നിങ്ങൾ നിൽക്കണ്ടത്? ആ കുട്ടികൾ രാവിലെ മുതൽ പുറത്ത് നിൽക്കണ്ടേ? നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങളൊരു സ്ത്രീയല്ലേ? പോലീസ് ആണെങ്കിലും ഗർഭിണിയായ കുട്ടികളുണ്ട് ഇവിടെ. എന്നിട്ടാണ് പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? യുവജനങ്ങളുടെ ഇവരുടെ സ്ഥാപനത്തിൽ ഇവര് കയറിയാൽ എന്താ സംഭവിക്കുക? ഇവർ പിരിച്ചുവിട്ടിട്ടില്ല. ഇവരുടെ സ്വന്തം സ്ഥാപനമാണ്. ID കാർഡ് ഈ സ്ഥാപനത്തിലെ ജോലിക്കാരെ ഇതിനോട് കയറ്റണം. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവരെ കയറ്റണം. നിങ്ങളല്ല ഈ സ്ഥാപനത്തിൽ ഉടമകളാവരുണ്ട്. ആ മീറ്റിംഗ് ഇങ്ങോട്ട് വരാൻ ഇന്നലെ അവരെ ജോലി ചെയ്ത കുട്ടികൾ നിങ്ങളെ വിളിക്കട്ടെ. നിങ്ങൾ കാണേണ്ടത് അത് തുറന്നിട്ടാൽ ഒരു ഗ്ലാസ് പോലും പൊട്ടില്ല, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തുറന്നിട്ടാൽ മതി. ഞങ്ങൾ പോകും. അവരവിടെ ഇരിക്കട്ടെ, അവരവിടെ തരിക്കട്ടെ. അവരുടെ ഭാഗത്ത് പോകണം. കർഷകത്തിലൊക്കെ സ്ഥാപനത്തിൽ ആക്കിയിരിക്കട്ടെ. ഓരോ സ്ഥാപനത്തിൽ വരുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കയറേണ്ടെന്ന് പറഞ്ഞാൽ ആ അതുപോലെ തന്നെ അവരുടെ അധികാരം ജോലി കൊടുത്ത സ്ഥലം ഇവരെന്തിനാ ഈ സ്ഥാപനം നോക്കുന്നത്? അവരുടെ ഐഡി കാർഡ് ആളുകളൊക്കെ അല്ല ടാഗ് കാർഡ് വരട്ടെ. ആ ടാഗ് കാർഡ് വരായിട്ട് ഇനി ആരാണ്
ഈ ഉന്തും തള്ളും നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് പോലീസാണെങ്കിൽ മറുഭാഗത്ത് MLA ഉൾപ്പെടെയുള്ള CPM നേതാക്കളാണ്. കോഴിക്കോട്ടെ ഒരു മെഡിക്കൽ കോഡിംഗ് കമ്പനി 900ഓളം ജീവനക്കാരെയാണ് യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ രാവിലെ ജോലിക്കെത്തിയ നിമിഷത്തിൽ അങ്ങ് പുറത്താക്കിയത്. കൊച്ചിയിലും ഇതേ സംഭവം അരങ്ങേറിയിരുന്നു. ഉടനെ തന്നെ ഉമാ തോമസ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ബന്ധപ്പെട്ട മന്ത്രിമാരെ വിവരമറിയിച്ച് ഉടൻ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതാണ്. എന്നാൽ CPM തങ്ങൾക്കെതിരെ സമൂഹം തിരിഞ്ഞത് മാറ്റിയെടുക്കാൻ വേണ്ടി കിട്ടുന്ന എല്ലാ വിഷയങ്ങളിലും കയറി പിടിച്ച് അതിലങ്ങ് ആറാടാൻ നോക്കുകയാണ്. DYFI ആണ് ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത്. പിണറായിക്കും ഗോവിന്ദനും നേരെ പാർട്ടി തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോൾ G സുധാകരനും TK ഗോവിന്ദനുമൊക്കെ ഇപ്പോൾ എന്തായി ഗോവിന്ദ എന്ന് പരസ്യമായി പച്ചയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ പിണറായി വിജയന്റെ മകളുടെ ED കേസും എല്ലാം കൂടിയായപ്പോൾ CPM എന്ന പാർട്ടി വല്ലാത്തൊരു കുഴിയിലാണ് വീണിരിക്കുന്നത്. എന്നും മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയുമാണ്. അതുകൊണ്ട് യുവ നേതാക്കളെ ഇറക്കി സംഗതി വഴിതിരിച്ചു വിടാമെന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനായി അവർ സകല വിഷയങ്ങളിലും തലയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാട്ടുകാർ തങ്ങളെ വാഴ്ത്തിപ്പാടുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPMകാർ പോലീസിനോട് മുട്ടാൻ പോയത്. എന്നാൽ കേരളം തൂഫാനാക്കിയ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഭരിക്കുന്ന സർക്കാർ ഇതിലൊരു നിലപാടെടുക്കട്ടെ, അതുവരെ നീയൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നോ എന്ന മട്ടിലായിരുന്നു. അതുതന്നെയായിരുന്നു കമന്റ് ബോക്സിലെയും അവസ്ഥ. ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലുള്ള വിവരം കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപ് പൊട്ടിച്ചേനെ എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. PSC ലിസ്റ്റിലെ പിള്ളേർക്ക് ജോലി കിട്ടാൻ സമരം ചെയ്തപ്പോൾ ഈ നേതാക്കളെ ഒന്നിനെയും ആ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഇത്രയും കാലം ഉറക്കത്തിലായിരുന്നിട്ട് ഇപ്പോൾ വെറും ഷോ കാണിക്കുകയാണെന്നും ജനങ്ങൾ കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര കമ്പനി നേരിടുന്ന ബിസിനസ് പ്രതിസന്ധികൾ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതിന് പകരം നിയമം കയ്യിലെടുത്ത് ഗുണ്ടായിസം കാണിക്കാനും പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത്തരം അപക്വമായ സമരങ്ങൾ കാരണം കമ്പനി പൂട്ടിപ്പോകാനും കൂടുതൽ യുവാക്കളുടെ ജോലി നഷ്ടപ്പെടാനും മാത്രമേ ഇത് ഉപകരിക്കൂ എന്നാണ് കമന്റ് ബോക്സിൽ നിന്ന് ഉയരുന്ന ശക്തമായ ആക്ഷേപം.